ഹലോ ഫ്രണ്ട്സ്, റോസ് മെൻഷൻ എപ്പിസോഡ് 2 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് പണ്ട് ഇവർ ഫാമിലി മൊത്തം ഈ ഫ്ലാറ്റിലേക്ക് വന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇവരുടെ ചെറുപ്പത്തിലാണ് ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത്. പക്ഷെ ജീനയ്ക്ക് എന്തോ ഈ ഫ്ലാറ്റ് അത്ര ഇഷ്ടമാകുന്നൊന്നുമില്ല കേട്ടോ. അന്ന് ഈ ഫ്ലാറ്റ് വളരെ മോശം അവസ്ഥയിലൊക്കെ ആയിരുന്നു. ഇവളാണെങ്കിൽ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ജിയൂന ഇവളുടെ ചേച്ചി വന്നിട്ട് ഇവളെ പെട്ടെന്നൊന്ന് പേടിപ്പിക്കുന്നതും ഇവൾ തിരിച്ച് ചേച്ചിയോട് നല്ല ചീത്ത പറയുന്ന ടൈമിൽ ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന അച്ഛനാണെങ്കിൽ നീ നിന്റെ ചേച്ചിയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, കുറച്ച് മാനേഴ്സ് വേണ്ടതെന്ന് പറഞ്ഞ് ഇവളെ അങ്ങ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കുട്ടിയായ ജീനയാണെങ്കിൽ അച്ഛൻ ചേച്ചി പ്രാങ്ക് ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും അത് പ്രാങ്ക് അല്ലേ, അങ്ങനെ എടുത്താൽ പോലെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ചീത്ത പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ബാൽക്കണിയിൽ വാതിൽ അങ്ങ് കൊട്ടി അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് പണ്ടും ഇവളും അച്ഛനും തമ്മിൽ അത്ര അങ്ങ് സെറ്റ് അല്ല. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ സീരീസിന്റെ ഈ ഒരു എപ്പിസോഡാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് ചാനലിൽ കയറി കാണണം കേട്ടോ. അങ്ങനെ വാതിൽ തുറന്നു വരുന്നത് കണ്ടിട്ട് ജീനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അങ്ങ് വരുന്നത് വേറെ ആരും ആയിരിക്കില്ല, അച്ഛനായിരിക്കും കേട്ടോ. അച്ഛന് ഡോർ നോക്ക് ചെയ്തിട്ട് വരായിരുന്നില്ലെന്ന് ചോദിക്കുന്ന മകളോട് എന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നത്. ഇവളാണെങ്കിലോ പേടിച്ചിട്ട് നിലത്ത് വീണിട്ടുണ്ടായിരിക്കും കേട്ടോ. അച്ഛനൊരു കാര്യം കാണിച്ചു തരാം, ഇത് കാണേണ്ടതാണെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ആ പ്രതിമയെ കാണിച്ചു കൊടുക്കുന്നതും അച്ഛനും ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. അല്ല, ഇത് ഇട്ടിരിക്കുന്നത് നീ ഇട്ടിരിക്കുന്ന ഇതേ ഡ്രസ്സ് തന്നെയാണല്ലോ എന്ന് അച്ഛൻ അവിടെ ചോദിക്കുന്നതും ഇതിന്റെ അടുത്തേക്ക് പോകുന്ന ടൈമിൽ ജീനയാണെങ്കിൽ അതിന്റെ അടുത്തേക്കൊന്നും പോകല്ല, ഇതൊക്കെ ഒരു തെളിവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം എന്ന് ഇവളവിടെ പറയുന്ന ടൈമിലാണ് ഈ ഒരു റോസ് മാൻഷന്റെ പ്രസിഡന്റ് ലേഡി ഉണ്ടായിരിക്കും വുമൻസ് ഡിപ്പാർട്ട്മെന്റിലെ അവരങ്ങോട്ട് വരുന്നതും ജിയൂനകത്തുണ്ടാകുന്ന കരുതി ഉറക്ക ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ മാനേഴ്സ് ഇല്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ അച്ഛൻ പുറത്തേക്ക് വരുന്നതും ഇത് കാണുന്ന ഈ ലേഡി ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ടുണ്ടെന്ന് മകളോട് പറഞ്ഞാൽ മതി, പിന്നെ വരാന്നൊക്കെ പറയുമ്പോൾ ഇവരെ പിന്തുടരുന്ന അച്ഛനാണെങ്കിൽ അല്ല നിങ്ങൾ എന്തിനിങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്, എൻ്റെ മകളെ എന്താ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യം എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി ആണെങ്കിൽ അല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഈ ചാർലി ഉണ്ടല്ലോ, ആളും ഈ നിങ്ങളുടെ മോളും കൂടിയിട്ട് ഒരു ഡേറ്റിംഗ് സെറ്റ് ചെയ്യാനായിരുന്നു. ഈ ചാർലി അറിയത്തില്ല, ആള് പുറത്തൊക്കെ പഠിച്ചതാ, അവിടെ സ്റ്റോർ നടത്തുന്ന ലേഡി ഉണ്ടല്ലോ, അവർക്ക് ഒരുപാട് സ്റ്റോർ ഉണ്ട്, ആ പയ്യനാന്നൊക്കെ പറയുന്നതും അച്ഛനാണെങ്കിൽ അല്ല അവനും എൻ്റെ മോളും തമ്മിൽ സെറ്റ് ആക്കേണ്ട ആവശ്യം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ലേഡി ആണെങ്കിൽ ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ടെൻഷൻ അടിച്ചു പോകുന്നുണ്ട്. ഇത് കാണുന്ന അച്ഛനാണെങ്കിൽ എന്തോ പന്തികേടില്ലെന്ന് മകളോട് ചോദിക്കുമ്പോൾ ജീനയാണെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും പേടിച്ചു പോവില്ലെന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അല്ല ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും നമ്പർ നിനക്ക് അറിയുമെന്ന് ചോദിക്കുന്ന അച്ഛനോട് എനിക്കങ്ങനെ അറിയത്തില്ല, അച്ഛനല്ലേ ചേച്ചിയായിട്ട് കുറച്ചുകൂടി ക്ലോസ്, അച്ഛൻ അറിയത്തില്ലേ എന്നാണ് കേട്ടോ ജീന തിരിച്ച് ചോദിക്കുന്നത്. ഇവർ ലിഫ്റ്റിൽ കയറുന്ന ടൈമിൽ CCTV ശ്രദ്ധിക്കുന്ന ജീനയാണെങ്കിൽ അല്ല ചേച്ചി ലിഫ്റ്റിൽ കയറി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവത്തില്ലേ എന്ന് ചോദിക്കുന്ന ജീനയാണെങ്കിൽ അച്ഛനെയും കൂട്ടി പിന്നീട് അവിടുത്തെ CCTV സ്റ്റോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിലോ അങ്ങനെ CCTVയുടെ ഫുട്ടേജ് ഒക്കെ ചോദിച്ചാൽ പെട്ടെന്നൊന്നും തരാൻ പറ്റത്തില്ല, എനിക്കിവിടെ ഇരുന്നിട്ട് ഇതൊക്കെ നിരീക്ഷിക്കാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ളത് സെന്ററിലാണ്, അവിടെ പോയിട്ട് അതിൻ്റെ ഫുട്ടേജ് വേണമെങ്കിൽ തന്നെ എല്ലാവരുടെയും പെർമിഷനും വേണം എന്നൊക്കെ പറയുന്നതും അച്ഛനാണെങ്കിൽ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് CCTV ഫുട്ടേജ് താടോ, എൻ്റെ മകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പം മകളാണെങ്കിലും അവിടെ നിന്നും അച്ഛന് വലിച്ചു കൊണ്ടുപോകുന്നതും ഇങ്ങനെ ചൂടാവല്ലേ, നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് CCTV ഫുട്ടേജ് ചോദിച്ചോളും, അപ്പോൾ ഇവർ തരാതിരിക്കത്തില്ലല്ലോ എന്നാണ് കേട്ടോ ജീന പറയുന്നത്. അങ്ങനെ ഇവർ കാറിൽ പോകുന്ന ടൈമിൽ ഒരു സ്ട്രേഞ്ചർ ലേഡി കേട്ടോ അവരിവിടെ നിന്ന് കാറിൽ എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന് പറയുന്നതും അപ്പം മറുവശത്ത് നിന്ന് എന്തോ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ എനിക്കറിയാം, അവരെവിടേക്കാണ് പോയെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നൊരു സീനാണ് കാണിക്കുന്നത്. കാറിൽ പോകുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ ജീനയാണെങ്കിലും ഞാൻ 1.5 വർഷത്തിന് ശേഷമാണ് അച്ഛനെ കാണുന്നത്, അച്ഛന് എന്നെ പറ്റി ഒന്നും ചോദിക്കാനില്ലേന്ന് ഇവളവിടെ ചോദിക്കുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് ആകെ സൈലന്റ് ആകുന്നുണ്ട്. നിനക്ക് സുഖമല്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും ദേഷ്യത്തിൽ ഒന്നും തിരിച്ച് പറയുന്നുമില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തുന്ന അച്ഛൻ വീണ്ടും ഇതുപോലെ അവിടെയും ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലേഡിയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചൂടായിട്ടൊന്നും കാര്യമില്ല, നിങ്ങളുടെ മകൾക്ക് 18 വയസ്സായിട്ടുണ്ട്, അങ്ങനെ ആ ഒരു 18 വയസ്സായ ഒരാളെ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല ഫോണിൽ, അത് ഇവിടുത്തെ നിയമപ്രകാരം തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നതും അപ്പോൾ ചൂടാകുന്ന അച്ഛനെ സമാധാനിപ്പിക്കുന്ന ജീനയാണെങ്കിൽ പിന്നീട് ഈ ഓഫീസർക്ക് ആ പ്രതിമയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്നും കിട്ടിയതാണെന്നൊക്കെ പറയുന്നതും ഈ പോലീസ് ലേഡിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ക്രൈം ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാം, അവിടുത്തെ പാർക്ക് മിൻസു എന്ന് പറയുന്ന ആളോട് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി, ഒരാൾ ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറയുന്നതും അതായിരിക്കും കേട്ടോ നമ്മുടെ നായകൻ. അപ്പോൾ അച്ഛനാണെങ്കിലും വീണ്ടും ചൂടാകുന്ന ടൈമിൽ ജീനയാണെങ്കിൽ അച്ഛൻ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അച്ഛനെ കംപ്ലൈന്റ് എഴുതാൻ ഇരുത്തിയിട്ട് ഇവള് മിൻസുവിനെ കാണാൻ പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ നായകൻ, മിൻസു എന്ന് വിളിക്കാം. അപ്പോൾ ആളോട് ഇവള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവള് ഷോപ്പ് ചെയ്ത ആ ഡ്രസ്സും അതുപോലെ ആ പ്രതിമയിൽ നിന്ന് കിട്ടിയ ഡ്രസ്സൊക്കെ കാണുന്ന ഈ മിൻസു ആണെങ്കിൽ നിങ്ങളുടെ ചേച്ചി ഇതുപോലത്തെ ഡ്രസ്സ് ഇടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെയല്ല താമസിക്കുന്നത്, ബുസാനിലാണ്, ഇന്ന് എത്തിയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ജീനയോട്
ഇതുപോലെ സ്റ്റോക്കിംഗ് ഒക്കെ ആയിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവൻ്റെ സീനിയർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതും. ഇവരെന്തോ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആളാണെങ്കിൽ എന്തായാലും വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ടേബിളിൽ ഈ സെക്സ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്ത ആൾക്കാരുടെ ഒരു ഫയൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവൾ നൈസായിട്ട് അത് അവിടെ നിന്ന് ചൂണ്ടുന്നുണ്ട്. പിന്നീട് അച്ഛനാണെങ്കിലോ എന്ത് പോലീസാണ് നമുക്ക് വേണ്ടിയിട്ടില്ല അവർ സേവനം ചെയ്യേണ്ടത്, എന്നിട്ട് അവർ കണ്ടില്ലേ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ എന്നൊക്കെ പറയുമ്പോൾ ജീനയാണെങ്കിൽ അവർ മരിച്ചിട്ടായിരിക്കും ഇനി കേസ് എടുക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ ചൂടാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, അവൾക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതും. പിന്നീട് അച്ഛന് ഇവരുടെ ഓഫീസിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ സൈറ്റിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ജീനയാണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി, ഞാൻ അങ്ങ് പൊക്കോളാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിൽ ഇവളങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ. നീ എന്ത് സ്റ്റബേൺ ആണെന്ന് പറയുന്ന അച്ഛനോട് അച്ഛൻ്റെ മോള് അപ്പോൾ പിന്നെ വാശിയില്ലാതിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളെ അങ്ങനെ പകുതിക്ക് വെച്ച് ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. ഇവളിങ്ങനെ നടന്നു പോകുന്ന ടൈമിലാണ് ചാർലി അങ്ങനെ വരത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നതും. ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവൾക്കൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. അതായത് തൊട്ട് മുന്നേ ഈ വുമൻസ് പ്രസിഡന്റിൻ്റെ ആൾ വന്നിട്ട് ചാർലിയും ചേച്ചിയൊക്കെ പറ്റി സംസാരിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നുണ്ട്. ഇവളിങ്ങനെ നൈസായിട്ട് സാധനങ്ങൾ എടുക്കുന്നതൊക്കെ പോലെ കാണിച്ച് അങ്ങോട്ട് പോകുന്ന ടൈമിലാണ് ചാർലിയുടെ അമ്മ, അതായത് നേരത്തെ കാണിച്ചിരുന്ന സുഖമില്ലാത്ത ലേഡി എന്തോ സിഗരറ്റ് എന്തോ എടുത്ത് വലിക്കാൻ നോക്കുന്നതും ഇവനാണെങ്കിൽ ഓടിച്ചെന്ന് തടയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ ചാർലി ഇരുന്ന റൂമിലാണെങ്കിൽ ജീന കയറുന്നുണ്ട്. ചാർലി ആണെങ്കിൽ ആ സിഗരറ്റ് ഒക്കെ പിടിച്ച് വലിച്ചു വാങ്ങുന്ന ടൈമിൽ അവിടെയുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ സാറേ, നിങ്ങൾക്ക് അമ്മേനെ വല്ല നഴ്സിംഗ് ഹോമിലാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നതും. അപ്പോൾ ചാർലി ആണെങ്കിൽ അങ്ങനെ ഞാൻ നഴ്സിംഗ് ഹോമിലാക്കിയാലേ എൻ്റെ ബ്രദറും സിസ്റ്ററും കൂടിയിട്ട് അമ്മയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും അങ്ങ് വീഴുങ്ങും, അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ലൈഫല്ലേ ഞാൻ കുറച്ചങ്ങ് കഷ്ടപ്പെട്ടോളാം എന്നവിടെ പറയുന്നുണ്ട്. ജീനയാണെങ്കിലോ ചാർലി അത്ര നേരം നോക്കിയിരുന്ന ഫോൺ നോക്കുന്ന ടൈമിൽ ഇവളുടെ കിളി പോകുന്നുണ്ട്. അതായത് മൊത്തം ന്യൂഡ് ഫോട്ടോസും പോൺ വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ. എന്ത് വൃത്തികെട്ട ആളാന്ന് ജീന അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ തിരിച്ചു വരുന്ന ടൈമിൽ ജീനയാണെങ്കിലും ഒന്നും അറിയാത്ത പോലെ 2-3 സാധനങ്ങൾ എടുത്ത് ബില്ലടിക്കുന്നതും. ജീനയെ കാണുന്ന ചാർലി ആണെങ്കിൽ പുതിയ ഫേസ് ആണല്ലോ, ഇവിടെയാണ് താമസിക്കുന്നത്, നല്ല സുന്ദരിയായിട്ടുണ്ട്, എന്താ പേരെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇതെൻ്റെ ടൈപ്പ് പെൺകുട്ടിയാണെന്ന് ഇവനിങ്ങനെ പറയുന്നുണ്ട്. ജീനയാണെങ്കിലോ പിന്നീട് വീട്ടിലെത്തിയിട്ട് പോലീസ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ അത് നോക്കുന്ന ടൈമിൽ ഇതുപോലെ ചാർലിയും എന്തോ ഒരു സെക്സ്വൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേര് അതിലുണ്ടായിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിലാണ് പെട്ടെന്ന് ഒരാൾ അതിന് പോകുന്നത്. ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അവളുടെ അനിയനായിരിക്കും. നിനക്കൊന്ന് പറഞ്ഞിട്ട് വരായിരുന്നില്ലെന്ന് ചോദിക്കുന്ന ചേച്ചിയോട് ചേച്ചി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയൂ എന്നൊക്കെയാണ് കേട്ടോ അനിയൻ പറയുന്നത്. നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അത് കാരണമാണെന്ന് പറയുന്ന അനിയനെ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രതിമ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവളും അച്ഛനും പേടിച്ച പോലെ ഒന്നും അനിയൻ പേടിക്കുന്നില്ല കേട്ടോ. ഇതാരെ ഈ പ്രാങ്ക് ചെയ്തതെന്നാണ് അനിയൻ അവിടെ ചോദിക്കുന്നത്. ചേച്ചിയെ കാണാനില്ല, നിനക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടായെന്ന് പറയുന്ന ജീനയോട് ചേച്ചിക്ക് വല്ല ഭ്രാന്തുണ്ടോ, കണ്ടില്ലേ ചേച്ചിയുടെ ലഗേജസ് ഒന്നും ഇവിടെ ഇല്ല, ആള് വല്ല ട്രിപ്പ് പോയതായിരിക്കും, അങ്ങ് ആഘോഷിക്കട്ടെ എന്നൊക്കെയാണ് കേട്ടോ അനിയൻ പറയുന്നത്. അതുപോലെ അനിയൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി ഇതിങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ മുകളിൽ ഒരു ഭ്രാന്ത് പിടിച്ച ലേഡിയുണ്ട്, രാത്രി ആയി കഴിഞ്ഞ് ഭയങ്കര ബഹളം, നമുക്കിവിടെ എങ്ങും കടക്കാൻ പറ്റത്തില്ല, അവരായിട്ട് ചേച്ചി എന്തൊക്കെയോ ഒരു സ്വരച്ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ ഭ്രാന്ത് പിടിച്ച പോലെ കത്തിയൊക്കെ എടുത്ത് ചേച്ചിയെ കൊല്ലാൻ വന്നിരുന്നു, ശരിക്കും വട്ടാണെന്നൊക്കെ പറയുന്നതും ആ സീൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിലും ഞാൻ പോവാന്നൊക്കെ പറയുമ്പോൾ പേടി വരുന്ന ജീനയാണെങ്കിൽ നിനക്കിന്ന് ഇവിടെ കടന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബെസ്റ്റ്, ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞാൽ ആ ലേഡിയുടെ കലാപരിപാടികൾ തുടങ്ങും, പിന്നെ ചെവിക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അനിയൻ നൈസായിട്ട് അവിടെ നിന്നും പോകുന്നതും. അപ്പം അനിയൻ ഇങ്ങനെ പോകുന്നത് നേരത്തെ കാണിച്ച സ്ട്രേഞ്ച് ലേഡി ഉണ്ടല്ലോ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനിങ്ങനെ ജീനയും ഫാമിലിയും ഫോളോ ചെയ്യുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണുന്ന ചാർലി ആണെങ്കിൽ പുതിയ പെൺകുട്ടിയാണല്ലോ, എന്താ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ നടുവിരൽ പൊക്കി കാണിച്ചുകൊണ്ട് നല്ല ഒരു ചീത്തയും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ജീന എണീക്കുന്നത് തന്നെ മിൻസോയും ഇവൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ കൂടിയിട്ട് വീട് ചെക്ക് ചെയ്യാൻ വരുന്നതിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിലും നൈസായിട്ട് അവിടെ നിന്ന് എടുത്ത ആ ഫയൽ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഈ പ്രതിമ കാണുന്ന ടൈമിൽ ഇവരും ശരിക്കും പേടിക്കുന്നുണ്ട്. ഇതെന്തോ പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തം തപ്പുന്ന ടൈമിൽ ചേച്ചിയുടെ ഫോൺ ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഐഫോൺ ആയതുകൊണ്ട് തന്നെ അൺലോക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നതും. അപ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കില്ലേ, ഇതിപ്പോൾ നടന്നിട്ട് 72 hours ആയല്ലോ, അപ്പോൾ എന്തായാലും തുടങ്ങേണ്ട സമയമൊക്കെ ആയല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവൻ്റെ കൂടെയുള്ള അസിസ്റ്റൻ്റ് ലേഡിയാണെങ്കിൽ അല്ല നിങ്ങൾ ഞങ്ങളെ നിയമമൊന്നും പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്കറിയാം, പക്ഷേ ഇതിന് വേറെയും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ജീനയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങൾ വിക്ടിമിൻ്റെ ഫാമിലിയാണ്, ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ മിൻസു ആണെങ്കിലോ ഇവൻ്റെ അസിസ്റ്റൻറ്റിനോട് നീ ഒന്ന് മിണ്ടാതിരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് നോക്കട്ടെ, എന്നിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മിൻസു അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നേരത്തെ ആ നെയ്ബർ ലേഡി ഉണ്ടല്ലോ വുമൻസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള അവരായിരിക്കും കേട്ടോ. അവരൊരു സ്പായൊക്കെ നടത്തുന്നുണ്ട്. അവരാണെങ്കിലും ഒരു ലേഡിയുടെ അടുത്തേക്ക് പോകുന്നതും അവരെന്നെ പ്രത്യേക റൂമിലാണ് കേട്ടോ കിടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ
ലേഡി ആണെങ്കിൽ അല്ല ആ പെൺകുട്ടീനെ കോൺടാക്ട് ചെയ്തോ, അവളെന്താ വല്ലയിടത്ത് ഒളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ജീനയുടെ സിസ്റ്ററിനെ പറ്റിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ ഈ പ്രസിഡന്റ് ലേഡി ആണെങ്കിൽ എവിടെ പോയിട്ട് വിളിക്കാൻ, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാന്നൊക്കെ പറയുന്നതും അപ്പൊ ഈ സ്പാ ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡീനെ തൽക്കാലം നമുക്ക് റിയ എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ റിയ ആണെങ്കിൽ ഈ 809th പെണ്ണ് അത് വളരെ പ്രശ്നക്കാരിയാണല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജീനയാണെങ്കിൽ ചേച്ചി ഇനി രാജ്യം വിട്ടുപോയോ എന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഒക്കെ ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ എന്തായാലും പുറത്തേക്കൊന്നും പോയിട്ടില്ല, രാജ്യത്ത് തന്നെ മറ്റു വല്ല സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പറയാം, അവരൊന്ന് അന്വേഷിക്കട്ടെ എന്നാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നീട് ഇവളാണെങ്കിൽ ജസ്റ്റ് ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കാണുന്ന അവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ ആരെയും ഒന്ന് വിളിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിലെത്തുന്ന ജീനയാണെങ്കിൽ പോലീസുകാർ അന്വേഷിക്കാൻ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞ്, ഞാൻ എൻ്റെ വഴിക്കൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നടക്കുന്ന ടൈമിലാണ് ഒരു റൂമിൻ്റെ മുന്നിൽ ഒരുപാട് സ്റ്റിക്കേഴ്സും മറ്റും ഒട്ടിച്ചിരിക്കുന്നത് ഇവൾ കാണുന്നത് കേട്ടോ. ഇതേ ടൈമിൽ തന്നെ ഈ സെക്യൂരിറ്റി വിളിച്ചത് ആ പ്രസിഡന്റിനായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് സ്പാ ചെയ്യുന്ന റിയയോട് ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും നേരെ വരുന്നത് ജീനയുടെ അടുത്തേക്കായിരിക്കും കേട്ടോ. അപ്പൊ ജീനയാണെങ്കിൽ പെട്ടെന്ന് ഈ ലേഡിയെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. അല്ല കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇവിടെ അത്ര സേഫ് ഒന്നുമല്ല, ഇവിടെ ആരെ താമസിക്കുന്നെന്ന് അറിയോ, ഒരു കില്ലർ ആണെന്ന് പറയുന്നതും കില്ലറോ എന്ന് ജീന അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ താമസിക്കുന്ന ഒരാള് പുതുതായിട്ട് കല്യാണം കഴിച്ച ഒരു ഭാര്യയും ഭർത്താവിനെയും കൊന്നിട്ടുണ്ട്, ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് തീരെ താല്പര്യം, ഞങ്ങൾ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തതാ, പക്ഷെ എന്താ ചെയ്യുക, ഇവിടുത്തെ സിവിൽ സർവന്റ് ഓഫീസേഴ്സ് ഒന്നും മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നതും ഈ ലേഡി സംസാരിക്കുന്നത് എപ്പിസോഡിന്റെ ഫസ്റ്റിൽ കാണിച്ച ആ ഒരു ക്രൈം സീനിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറയുന്ന ലേഡിയാണെങ്കിൽ പറഞ്ഞതുപോലെ നിന്റെ ചേച്ചിയും സിവിൽ സെർവന്റ് ആണല്ലോ അല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ജീനയാണെങ്കിലോ ഇയാളിപ്പോ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ആളിവിടെ ഒന്നും താമസിക്കാറില്ല, പുറത്തൊരു വാൻ ഉണ്ട്, അതിലാ താമസം മൊത്തം എന്ന് പറയുന്ന ഈ ലേഡിയാണെങ്കിൽ അത് പറഞ്ഞപ്പോളാ നിന്റെ ചേച്ചിയും ഇയാളായിട്ട് ചെറിയ ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ കില്ലർ ഈ പൂച്ചകൾക്കുണ്ടല്ലോ വളരെ പഴകിയ പൊട്ട വേസ്റ്റ് ഒക്കെയാണ് കേട്ടോ ഫുഡായിട്ട് കൊടുക്കുന്നത്. ഇത് കാണുന്ന ജീവനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, കാറ്റിന് ഇങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല, ഇനി ഇത് കണ്ടു കഴിഞ്ഞ് ഞാൻ എന്തായാലും കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ പറയുന്നതും ഇവള് കാർ എടുത്ത് പോയതിനു ശേഷം ഈ കില്ലർ ആണെങ്കിൽ ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഈ പ്രസിഡന്റ് ലേഡി ഇതിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ജീനയോട് സംസാരിക്കുന്നത്. അന്ന് തന്റെ ചേച്ചിയെ അയാൾ നോക്കിയ നോട്ടം അത് എന്തോ ഒരു പന്തികേട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും അപ്പൊ ജീനയാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട് കേട്ടോ. അല്ല നീ എന്താ ചെയ്യുന്നത്, എവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒരു ഹോട്ടലിലാണെന്ന് പറയുന്നതും ഹോട്ടലിന്റെ പേര് പറയുന്ന ടൈമിൽ വലിയ ഹോട്ടലാണല്ലോ, അപ്പൊ നല്ല ജോലിയൊക്കെ ആണല്ലേ, മൂത്ത മോള് സിവിൽ സർവന്റ് ആണ്, ഈ മോള് വേറെ നല്ല ജോലി, വീട്ടുകാർക്കൊക്കെ എന്തൊരു അഭിമാനമായിരിക്കും എന്നൊക്കെ പറയുന്നതും. എന്നാൽ ജീനയ്ക്ക് ഈ ലേഡിയുടെ വർത്താനൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമാകുന്നില്ല, ഇവള് വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെയാണ് അവിടെ നിന്നും പോകുന്നത്. നെക്സ്റ്റ് സീനിൽ പോലീസ് ഓഫീസിലാണെങ്കിൽ മിൻസു ഈ ജീനയുടെ ചേച്ചിയുടെ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലോ എന്ന് സീനിയറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ സീനിയർ ആണെങ്കിൽ ഓൾറെഡി ഒരുപാട് കേസ് ഉണ്ട്, അതുകൊണ്ട് നീ അത് എടുക്കേണ്ട, അത് വേറെ വല്ലവർക്കും കൊടുത്തിട്ട് നിനക്ക് തന്നിട്ടുള്ള കേസസ് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ എന്തോ മിൻസു ആണെങ്കിലോ അല്ല ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് ആയിട്ട് തോന്നുന്നില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നതും അപ്പോൾ ഈ സീനിയർ ആണെങ്കിൽ ദേഷ്യത്തിൽ ഇവന്റെ അസിസ്റ്റന്റായ പെൺകുട്ടിയോട് നീ ആ ഫയൽ അങ്ങ് മാറ്റി വെച്ചേക്കെന്ന് പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ജീനയാണെങ്കിലോ ആ പ്രസിഡന്റ് ലേഡി പറഞ്ഞതനുസരിച്ച് ആ കില്ലറിന്റെ വാൻ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് എത്തുന്ന ടൈമിലാണ് ഇവളുടെ ബോയ് ഫ്രണ്ട് വിളിക്കുന്നതും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എക്സസൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇവളാണെങ്കിൽ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവൾ ഈ വാനിലേക്ക് നോക്കുന്ന ടൈമിലാണ് ഈ കില്ലർ വാനിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആള് ശരിക്കും പോകുന്നത് കാറ്റിന് ഫുഡ് കൊടുക്കാനായിരിക്കും, പക്ഷെ ഇത് ഇവൾക്ക് അറിയത്തില്ലല്ലോ. ഇവളാണെങ്കിലോ ഈ തക്കത്തിൽ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കടക്കണല്ലോ, അതുകൊണ്ട് തന്നെ ഈ പൂട്ട് തുറക്കാൻ പറ്റിയ ഒരാളെ വിളിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അയാൾ വരുന്ന ടൈമിൽ അല്ല ഇത് നിങ്ങളുടെ വാൻ തന്നെയല്ലേ, ഇതെന്തിനാ ഇങ്ങനെ തുറക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ അമ്മൂമ്മേനെ ഈ വണ്ടി ഇടിച്ച് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതും ഇയാളാണെങ്കിൽ ഇത് വിശ്വസിച്ച് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അതെ ഇതിൻ്റെ പേരിൽ നാളെ പ്രശ്നമായ എന്നെ വിളിക്കേണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ നിന്നും പോകുന്നത്. ഇവളാണെങ്കിലും പിന്നീട് ഈ വാനിൽ കയറുന്നതും ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. ഇവൾ അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. ആ ടൈമിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡോറ് തുറക്കുന്ന ടൈമിൽ അവിടെ ഒരു ടെഡി ബെയർ ഉണ്ടായിരിക്കും. ആ ടെഡി ബെയറിന് ഇട്ട് കൊടുത്തിരിക്കുന്ന പാൻറ്റീസും ബ്രായൊക്കെ എന്ന് പറഞ്ഞാൽ ഇവളുടെ ചേച്ചിക്ക് പ്രസന്റ് ചെയ്തല്ലോ, അതായിരിക്കും. ഇത് കാണുന്ന ഇവളുടെ കിളി പോകുന്നുണ്ട്. ഇവളാണെങ്കിലോ ആകെ ടെൻഷൻ അടിച്ച് അത് ഫോട്ടോ എടുക്കുന്നതും പെട്ടെന്നാണ് ആ കില്ലർ തിരിച്ചു വരുന്നത് കാണുന്നത്. ആ കില്ലർ ആണെങ്കിലോ തിരിച്ചു വന്നിട്ട് ഇവളുള്ള ആ ഒരു ഡോറിലല്ല കയറുന്നത്, ഡ്രൈവർ സീറ്റിലേക്കാണ് കയറിയിരിക്കുന്നത്. പെട്ടെന്ന് ഇയാൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ ക്ലോസറ്റിന്റെ വാതിൽ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത്. ഇത് അടച്ചതാണല്ലോ എന്നുള്ളൊരു സംശയത്തിൽ ഇയാൾ തിരിഞ്ഞു നോക്കുന്നതും ഇവളാണെങ്കിൽ ഒരു ടേബിളിന്റെ എന്തോ അടിയിൽ കയറി അങ്ങ് ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിൽ എന്തോ ഒരു ഡൗട്ടോട് കൂടിയിട്ട് പിന്നിലേക്ക്, അതായത് ഇവൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.